പത്തനംതിട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് വളരെ വിശദമായി വിശകലനം ചെയ്യുവാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഇന്നലെ ചേർന്ന യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ബഹുമാനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൻ്റെ അധ്യക്ഷതയിലാണ് ഈ യോഗം ചേർന്നത്. ആ യോഗത്തിൽ വെച്ച് വളരെ വിശദമായി ഈ ലോക്സഭയുടെ ഫലത്തെക്കുറിച്ചും അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നുള്ളതിനെക്കുറിച്ചും വിശദമായ വിശകലനമാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. UDFിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ ആൻ്റോ ആൻ്റണി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് ഇന്നലത്തെ വിലയിരുത്തലുണ്ടായിരിക്കുന്നത്. എന്നാൽ പോളിംഗ് ശതമാനം എന്തുകൊണ്ട് കുറഞ്ഞു? ഓരോ ബൂത്തിലും ഓരോ സ്ഥാനാർത്ഥിക്കും കിട്ടാൻ സാധ്യതയുള്ള വോട്ടുകളുടെ എണ്ണം UDFിൻ്റെ, LDFിൻ്റെ, BJPയുടെ സ്ഥാനാർത്ഥികൾക്ക് കിട്ടാൻ സാധ്യതയുള്ള വോട്ടുകളുടെ എണ്ണം അത് വിശദമായിട്ട് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് പോളിംഗ് ശതമാനം കുറഞ്ഞു, ആരാണ് വോട്ട് ചെയ്യാൻ വരാതിരുന്നത്, അത് കോൺഗ്രസിൻ്റെ വോട്ടുകളാണോ അല്ലെങ്കിൽ LDFിൻ്റെ വോട്ടുകളാണോ അല്ലെങ്കിൽ BJPയുടെ വോട്ടുകളാണോ വരാതിരുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പഠനം നടത്തുവാൻ ബൂത്ത് കമ്മിറ്റികളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ KPCC ഒരു ഫോർമാറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഫോർമാറ്റ് എല്ലാ ബൂത്ത് കമ്മിറ്റികൾക്കും കൊടുക്കുകയാണ്. അതിനുശേഷം 20-ാം തീയതിക്ക് മുമ്പായി ഈ എല്ലാ ബൂത്തുകളിലും യോഗം ചേർന്ന്, അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ യോഗം ചേർന്ന്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ യോഗം ചേർന്ന് വിശകലനം നടത്തി അത് 20-ാം തീയതിക്ക് മുമ്പായി DCCയിൽ ഏൽപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാവിയിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അടിത്തറ എത്ര കണ്ട് വിപുലീകരിച്ചിട്ടുണ്ട്, എവിടെയെങ്കിലും പോരായ്മകളുണ്ടോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. അതിനുവേണ്ടിയിട്ടാണ് ആ വിശകലനം വിശദമായി നടത്താൻ വേണ്ടിയിട്ട് KPCCയുടെ തീരുമാനപ്രകാരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അതിന് മുതിർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ നേതാക്കന്മാരും പങ്കെടുത്തിരുന്നു. KPCCയുടെ നേതാക്കന്മാർ തുടങ്ങി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ വരെയുള്ള വിശാലമായ യോഗമാണ് ഇന്നലെ ചേർന്നിരുന്നത്. എല്ലാ വിവരങ്ങളും 20-ാം തീയതിക്ക് മുമ്പായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ തിരിച്ചേൽപ്പിക്കുവാൻ ബൂത്ത് കമ്മിറ്റികളെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്.